ദിയമോളെ, മാമനാണോ അമ്മയാണോ അച്ഛനാണോ ദേവുവാണോ ആരാണ് നന്നായിട്ട് അഭിനയിക്കുന്നത്? ഓ അർജുൻ മാമ. നാളെ അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? തക്കാളി കറി. ആ പപ്പ ഉണ്ടാക്കുന്നത്. പപ്പ ഉണ്ടാക്കുന്നത് അമ്മ പറയണ ഞാനല്ല പപ്പ. ചേട്ടനാണോ കുക്കിങ്ങിന്? ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവങ്ങൾ ഞാൻ കുക്ക് ചെയ്തു കൊടുക്കും. ചേട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യും, വെറൈറ്റികൾ കുക്ക് ചെയ്യുന്നവരാ. ദേവുവിന്റെയും കുറെ വ്ലോഗ് ഉണ്ടായിരുന്നല്ലോ കുക്ക് ചെയ്യുന്നത്. പിസ്സ ഒക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞു തരണതൊക്കെ. ദേവോളെ, ആരാണ് മാമനാണോ അമ്മയാണോ അച്ഛനാണോ ദേവുവാണോ ആരാണ് നന്നായിട്ട് അഭിനയിക്കുന്ന ആള്? അതിപ്പോ പറഞ്ഞാൽ അർജുമാവൻ. ഓ അർജുൻ മാമ. ഇത് അർജുൻ മാമ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിനെ കൊണ്ട് പുറത്തു പോയിട്ട് ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. മാമമാര് പൊതുവെ അങ്ങനെയാണല്ലോ. നാളെ ദേവോന് ഇതുപോലെ തന്നെ കുറെ ഫ്രണ്ട്സ് ക്ലാസ്സിലും അല്ല, എനിക്ക് മടിയാണ്. പുതിയൊരാളെ കാണുമ്പോൾ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര മടി. അതാണ് സംഭവം. പഴയ അച്ഛൻ അല്ലാതെ ജാടയല്ല. കുറെ പേര് വിചാരം ജാടയാണ്. ഒരു സമയത്ത് ഒരു ഫ്രണ്ട് ഉണ്ടാവുള്ളൂ. അത് ശരി. ആ ഫ്രണ്ട് തെറ്റിപ്പിരിഞ്ഞ ശേഷം അടുത്ത ഫ്രണ്ട് അതാണ് സത്യം. പിന്നെ കുറെ ക്യാരക്ടേഴ്സ് നിങ്ങളല്ലാണ്ട് ഇതിനകത്തുണ്ട്. അപ്പൊ അവരൊക്കെ ഈ ഇവിടെ തന്നെ അയൽവാസികളാണോ? ഈ നാട്ടുകാരെ. അത് ചെലവുള്ള പരിപാടിയാണോ അത് ഫ്രീ ആയിട്ട് ഒന്ന് ചെയ്തു പോകുന്നവരാണോ? ചില ആൾക്കാർ പണിയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, അവർക്ക് നമ്മൾ എന്താന്ന് വെച്ച് കൊടുക്കും. ചിലര് താല്പര്യത്തിന്റെ പുറത്ത് വന്ന് ഒരു മണിക്കൂറത്തെ കേസൊക്കെ ഉള്ളൂ. പുള്ളി നമ്മളെ സ്റ്റാഫാണ്, പെർമനന്റ് സ്റ്റാഫ്. കുപ്പിന്നത് ഭൂതാണ്. അടിമകളെ ഞങ്ങളെ അടിമ. ഞാൻ കുറച്ച് സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. പക്ഷെ ചിരി ഉണ്ടാവും, എല്ലാത്തിനും ചിരി മാറ്റിട്ട് അച്ഛനൊന്ന് ദേഷ്യത്തോടു കൂടി ഒന്ന് നോക്കാൻ പറഞ്ഞ. റെഡി? 1 2 3 സ്റ്റാർട്ട്. എന്നെ നോക്കിയതാണോ പേടിപ്പിച്ചിട്ട്? ഓക്കെ, ഇനി ചേച്ചിയെ നോക്കിയൊരു പുച്ഛം വിട്ടേ. അതെപ്പോഴും ഉണ്ട്. അപ്പൊ അത് എത്രത്തോളം ദിയക്കുട്ടീനെ പഠിപ്പിക്കാനായിട്ട് എത്രത്തോളം കുറച്ച് റിസ്ക് ആയിരുന്നു. ദിയേനെയും നിക്കിനെയാണ് തുടക്കത്തിലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ റോള് കുറച്ച് എഴുതും. പിന്നെ ഇവരുടെ മൂഡ് അനുസരിച്ച് പെട്ടെന്ന് തന്നെ റിയാക്ഷൻ ഷോട്ട്സ് ഒക്കെ എടുത്ത് വെച്ച് പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ അതങ്ങ് ഫില്ല് ചെയ്ത് ഇടുന്നതാണ്. പിന്നെ ചേട്ടായി ഡയലോഗ് പറയുമ്പോൾ ഞങ്ങൾ പറയുന്ന അതേ ഡയലോഗ് തന്നെയാണ് ചേട്ടായി ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഞങ്ങൾക്ക് പിന്നെ വേറെ റിസ്ക് ഒന്നുമില്ല. എന്ത് പറ്റി എന്നുള്ളത് എന്ത് പറ്റി എന്നല്ല ചോദിക്കുക, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളും അതുപോലെ എന്ത് പറ്റി എന്ന് ചോദിക്കുക. അങ്ങനെയാണ് പറഞ്ഞു തരിക ഞങ്ങൾക്ക്. പറഞ്ഞു വന്നത് ഒളിഞ്ഞു കിടപ്പുണ്ട് അങ്ങനത്തെ ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പണ്ട് കാലത്ത് എന്തെങ്കിലും പരിശ്രമങ്ങൾ നടത്തിയിട്ട് എഴുതുമായിരുന്നു. എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇഷ്ടമായിരുന്നു പണ്ട് മുതൽ, ചെറുപ്പം മുതൽ. അന്ന് മുതൽ എഴുതുമായിരുന്നു. സ്റ്റോറി കാര്യങ്ങളൊക്കെ എഴുതും, സ്ക്രിപ്റ്റ്